ഇത് കോറം ഗ്രാമത്തിൻ്റെ ഹൃദയധമനികളെ ദശബ്ദങ്ങളായി ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മങ്ങണം ചാൽ. തോക്കിനും തൂക്കുമരത്തിനും തോൽക്കാത്ത നിസ്വരായ ഒരു കൂട്ടം പച്ചമനുഷ്യർ നടത്തിയ ജീവിത സമരഗാഥകൾ പുലർന്നു പാറുന്ന ചുവന്ന മണ്ണ്. കമ്മ്യൂണിസത്തിൻ്റെ മാനവിക മന്ത്രം ഏറ്റുപാടി സ്ഥിതി സമത്വത്തിൻ്റെ സമതലങ്ങളിലേക്ക് നടത്തിയ ധീരമായ മുന്നേറ്റത്തിൽ വെടിയേറ്റ് പിടഞ്ഞു വീണ വെമ്പിരിഞ്ഞൻ പൊക്കൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഒരു പിടിച്ചോറിനായി പട്ടിണിക്കാർ ഉണർന്നെണീറ്റപ്പോൾ തോക്കുകൊണ്ടുത്തരം പറഞ്ഞ ഭരണാധികാരികളുടെ കൊടും ക്രൂരതയുടെ ചോരച്ചിത്ര സ്മാരകം. ചിന്തകളിൽ തീത്തൈലം പുരട്ടുന്ന ഓർമ്മകളുമായി ഇന്നും ഈ ഗ്രാമത്തിൽ അവരിൽ ചിലരുണ്ട്. അവകാശബോധവും ആത്മാഭിമാനവും അങ്കുരിപ്പിച്ചുകൊണ്ട് മുന്നിൽ നടന്നു നീങ്ങിയ നാടിൻ്റെ ധീരപോരാളികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നമുക്ക് അത്ഭുതാതരങ്ങളോടെ കെട്ടിരിക്കാം. അതെ, രണ്ടാം ലോകയുദ്ധത്തെ തുടർന്ന് നാടാകെ പട്ടിണി പടർന്ന 48 കാലം. അന്നം മുട്ടിയ ജനത താളും തകരയും തിന്ന് വിശപ്പാറ്റുമ്പോൾ ജന്മിമാർ നെല്ല് ന്യായവില സൊസൈറ്റിയിൽ കൊടുക്കാതെ കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനും ഒരുങ്ങിയ കാലം. കരിവള്ളൂരിൽ കുടിയൻ പുഴയോരത്ത് അതുപോലെ കാവുമ്പായിൽ നടന്ന ധീരമായ സമരങ്ങളും സഖക്കളുടെ മരണവും ആവേശജ്വാലയായി നെഞ്ചിൽ ഏറ്റുവാങ്ങിയ കോറം ആലസ്യം വിട്ടുണരുകയായിരുന്നു. പാവങ്ങൾക്ക് പ്രിയങ്കരനും ജന്മിഗുണ്ടകൾക്ക് പേടിസ്വപ്നവുമായ AV ചിണ്ടനും പാർട്ടിയുടെ 2ാം കോൺഗ്രസ് സമ്മേളനത്തിൽ പയ്യന്നൂർ ഫർക്ക പ്രതിനിധിയായിരുന്ന കൊറത്തു കൊടക്കൽ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററും ഏതു പാതിരാവിലും കരയുന്നവർക്ക് സാന്ത്വനമായി ഓടിയെത്തുന്ന KC കുഞ്ഞാപ്പു മാസ്റ്ററും കാര്യനിർവഹണ സമർത്ഥനായ TPC നമ്പ്യാരും പട്ടാളം വിട്ടുവന്ന മനുഷ്യ സ്നേഹമൂർത്തിയായ KA ചിണ്ടപ്പുതുവാളുമായിരുന്നു കൊറോത്തിന്റെ ചാലകശക്തികൾ. കോറം പോരാളികളുടെ കർമ്മവീര്യം ആദ്യമായി അരങ്ങേറിയത് 1946 നവംബർ 2 അന്ന് മനിയേരി നാരായണൻ നമ്പ്യാർ കണ്ടങ്ങാളിയിലേക്ക് നെല്ല് കടത്തുമ്പോൾ AV ചിണ്ടന്റെ നേതൃത്വത്തിൽ അത് മുഴുവൻ പിടികൂടി മുതിയലം സൊസൈറ്റിയിൽ അളപ്പിക്കുകയുണ്ടായി. AV ചിണ്ടനടക്കം 9 പേർ ആ ക്രിമിനൽ കേസിലെ പ്രതികളായി മാറി. എന്നാൽ തലശ്ശേരി കോടതിയിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായി ആ കേസ് ജയിച്ചത്. അത് കോറം ഗ്രാമത്തിൻ്റെ പുതിയൊരു ഉണർവിൻ്റെ ആവേശമായി മാറി. കൊടുമ്പിരിക്കൊള്ളുന്ന ഭക്ഷ്യക്ഷാമം നേരിടാൻ കോഴിക്കോട് EMSന്റെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനപ്രകാരം ഗ്രാമഗ്രാമാന്തരങ്ങൾ സജ്ജമായി കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക സംഘവും ജാഗരൂകരായി. ജന്മിമാരെ കൊണ്ട് സൊസൈറ്റികളിലേക്ക് നെല്ലളപ്പിക്കുവാനും തരിശുനിലങ്ങൾ കൃഷി ചെയ്യിക്കുവാനും തീരുമാനമുണ്ടായി. പട്ടിണിക്കാർ സടകുടഞ്ഞെണീറ്റു. കാസർഗോഡ് ഭാഗത്ത് കരിന്തളത്തും രാവണീശ്വരത്തും പുല്ലൂരും മടിക്കൈയിലും നെല്ലെടുത്തു. TS തിരുവമ്പും ഗണപതിക്കമ്മത്തും C കൃഷ്ണൻ നായരും K മാധവനും ചുരിക്കാടിനുമൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിന്നു. ആവേശത്തിന്റെ 1000 അഗ്നിസ്ഫുലിംഗങ്ങളുമായി കോറം സമരസജ്ജമായി. 1948 ഏപ്രിൽ 11 പുലർന്നു. അന്നൊരു വിഷു സംക്രമ ദിവസമായിരുന്നു. വിഷുവിനെങ്കിലും ഒരു പിടി ചോറ്. ആ മിതമായ ആവശ്യം നെഞ്ചിൽ പേറി അവർ 25 പേർ ജന്മി മാവില കുഞ്ഞമ്പു നമ്പ്യാരുടെ തറവാട്ടിലേക്ക് കയറി വന്നു. പരിഭ്രമിക്കുന്ന നമ്പ്യാരോട് കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററും TPC നമ്പ്യാരും പറഞ്ഞു, നിങ്ങളെ ദ്രോഹിക്കാനല്ല വന്നത്. കണക്കിലധികം നെല്ലിവിടെയുണ്ട്. അത് ന്യായവിലക്ക് ഞങ്ങൾക്ക് തരണം. ഇതാ വില, ഇപ്പോൾ തന്നെ വാങ്ങിക്കോളൂ. പക്ഷേ മാവില നമ്പ്യാർ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ പത്തായപ്പുര ബലമായി തുറക്കപ്പെട്ടു. വന്നവർ നെല്ലിൻ മൂടകളുമായി കൂർക്കരയിലേക്കൊഴുകി. കേട്ടവർ കൂട്ടയും കുരിയയും കൊണ്ട് പാഞ്ഞു വന്നു. വന്നവർക്കെല്ലാം 5 സേർ വീതം നെല്ല് അളന്നുകൊടുത്തു. പിന്നെയും വന്നുകൂടിയ പാവങ്ങളെ കണ്ടപ്പോൾ AV ചിണ്ടൻ പറഞ്ഞു, നമ്പ്യാരെ പത്തായപ്പുരയിൽ നെല്ല് കുവറുന്നുണ്ട്, അടുത്തേക്കെന്നെ പോവാ. ഇക്കുറി ജനക്കൂട്ടത്തിന് നേരെ നമ്പ്യാർ കത്യാളുമായാണ് പാഞ്ഞു വീണത്. പക്ഷേ ആ ആയുധം P ചെറിയരാമൻ നമ്പ്യാർ കൈക്കലാക്കി നമ്പ്യാരെ കീഴടക്കി. നെല്ലെടുപ്പ്
അതെ, നെല്ലെടുത്തിന്. അതെ, 48 ഏപ്രിൽ 11 ഞാൻ രാവിലെ പോകുമ്പോഴത്തേക്ക് ഇയാൾ കുഴിയിൽ വിറ്റു കൊടുത്തിട്ട് വിറ്റാളൊക്കെ അയാളെ നോക്കി കൂട്ടാക്കില്ല. അയാളെ പോയപ്പോ കൂട്ടിലാവൻ തുറന്നിട്ട് ആരെല്ലാം കൂട്ടിലാവൻ തുറന്നിട്ട് ചാക്ക് വിറ്റില്ല. വിറ്റൂരി 10-200 കുഴി വിറ്റൂരി 22 കുഴി എടുത്തു. നിങ്ങൾ പോയവർ ഓരോരുത്തർ 22 കുഴി എടുത്തിട്ട് പൂർക്കര കൊണ്ടെന്ന് വെച്ച് പിന്നെ ഇന്നത്തെ വായനശാല പൊടിച്ച് ചെയ്തിട്ട് 2 നെല്ല് കണ്ടിട്ട് അളന്നു കൊടുത്തു. എല്ലാ കൊടുത്തു. 42 പറഞ്ഞ 2 പയ്യന്നൂർ വരെ കൊണ്ടുപോയി ആൾക്കാർ വന്നിട്ട്. അപ്പൊ ഇതെങ്ങനെ ഇത്തിരി ആള് കൂടിയത്? അവിടെ ഇത്തിരി ആളെങ്ങനെ വന്നു കൂടിയത്? അത് അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ചിട്ട് അവിടെ പോകാൻ തീർച്ചപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പല സൈഡിൽ നിന്ന് പിന്നെ 2 നെല്ലിന് വേണ്ടി പോയപ്പോൾ 10 റുപ്യ പിരിങ്ങിട്ട് തരൂല്ലാന്ന് പറഞ്ഞു. കരിഞ്ഞെന്താ? അതാണ് ആടെ പോവാൻ കാരണം. മറ്റു നെല്ലിലൊന്നും നന്നറിയില്ല. കയറാൻ വിചാരിച്ചത് വേറെ ഇരിക്കലാണ്. പക്ഷെ അനുഭവത്തിൽ പക്ഷേ ആടെ പോകുമ്പോഴത്തേക്ക് എന്താണെന്ന് എത്ര ആളെ നല്ല ഒരാളാണെന്ന് പൂത്തിന് 2-3 ആളുകൾ ഇവിടെ പട്ടിണി നടക്കും. അത് ഈ 22 പുതിയ അന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് കേട്ടടിക്കുന്ന ആള് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ കാങ്കോലെ കുഞ്ഞപ്പൂ മോഷ് കൽക്കത്തിന്ന് തോന്നു. പിന്നെ ഇവിടുത്തെ കൊടക്കൽ കുഞ്ഞിക്കണ്ണൻ മാഷ് ഇയാളാ നിന്ന് എത്തിയത്. ആര്? കുഞ്ഞപ്പ മാഷ്. KC കുഞ്ഞപ്പ മാഷ്. അതെ, കാങ്കോലെ. അതെ, കാങ്കോലെ. അപ്പൊ എന്നിട്ട് 2ാമത് പോയിട്ട് കുറെ കടന്ന് നെല്ല് കഴിഞ്ഞപ്പോ വീണ്ടും കടന്നായി ചെയ്തു. കുറെ 2 കുഴി. അന്നേരം ഇയാള് കത്തിയാളെല്ലാം എടുത്തിട്ട് കൊത്താൻ വേണ്ടി വന്നു. നല്ലൊരു കഥ കേട്ടിരുന്നു. മാവില പിടിച്ചടക്കടിച്ചിരുന്നു. ഇയാൾ കിഴക്ക് ഭാഗത്ത് അധികാരിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഒരു വളവം കത്തി. പിന്നെ ഈ വാടാകത്തിയൊന്നും ഈ ആടക്കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ഞാനിങ്ങനെ വേണ്ടി പോയിരുന്നു. നെല്ല് അവിടെ വെച്ച് തന്നെ വിതരണവും ചെയ്തു. പിറ്റേന്ന് വിഷു പുലർന്നു. ഒപ്പം ഒരു കൂട്ടം MSPക്കാരുടെ വരവും. എങ്ങും എവിടെയും ഉത്കണ്ഠയുടെ നിഴലനക്കങ്ങൾ. കോലത്തിരിക്ക് വേണ്ടി പടപൊരുതി വൈജയന്തി വിളക്ക് സമ്മാനമായി നേടിയ പഴയ കോറോത്തുകൊടക്കൽ കുഞ്ഞിക്കണ്ണന്റെ നേരനന്തിരവൻ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററെയും TPC നമ്പ്യാരെയും പതുങ്ങി വന്ന പോലീസുകാർ പിടികൂടി. മറ്റുള്ളവർക്ക് വേണ്ടി നരനായട്ടു തുടങ്ങി. കുരകളിൽ നിലവിളികൾ ഉയർന്നു. തൊണ്ടി മുതലെന്ന നിലയിൽ പിടിച്ചെടുത്ത 2 മൂട നെല്ലിന് 2 പോലീസുകാരെ കാവലാക്കി. പോലീസുകാർ കെട്ടിയിടപ്പെട്ട നിലയിൽ TPCയെയും കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററെയും കൊണ്ട് ജന്മിയുടെ വീട്ടിലേക്ക് കയറിപ്പോയി. നേതാക്കളെ പിടിച്ചുതറിഞ്ഞു കോറവും ഉണർന്നു. AV ചിണ്ടനും അബ്ദുൽ ഖാദറും മൊടത്തറ ഗോവിന്ദൻ നമ്പ്യാരും പാപ്പിനിശ്ശേരി കേളുനായരും നേതൃത്വം നൽകിയ വമ്പിച്ച പ്രതിഷേധജാഥ മുന്നോട്ടു നീങ്ങി. ക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംരംഭങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. ഇരിക്കുന്ന സമയത്ത് ആടെ എത്തിയില്ല. അപ്പോൾ ആളുകൾ ഇല്ലയെന്ന് പറഞ്ഞു. അവർ നെല്ലി ഉടനെ ഇങ്ങോട്ട് തന്നെ വന്നു. വന്നില്ല. ബൈക്ക് ആടെ എത്തിയ സമയത്ത് പറഞ്ഞു. നമ്മളേതായ കുറച്ച് നെല്ലെടുത്ത് തന്നെ ഉണ്ടോ ഇല്ലോ നോക്കാൻ പറഞ്ഞു. നെല്ലെടുക്കാൻ പോയി. നമ്മൾ നെല്ല് പൂത്തിട്ടാണ് കിടക്കുന്നത്. 10,000 മൂലക്കായിട്ടല്ല. അതിനെ കാണിച്ചു കൊടുത്തു അതിൻ്റെ ഉടമക്ക്. അതൊന്നുമില്ല, അതെല്ലാം പറ്റും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഇല്ലത് എല്ലാവരും കൂടെ ഒരു ആളെടുക്കുമ്പോഴേക്കും ഇല്ല. ഈ 2 ടങ്ങാളി നമ്മൾ നാടൻ ഭാഷയിൽ പറയാം. ഈ 2 സേറും കൂടി ഇല്ല. അപ്പോൾ ആ നെല്ലും ചുരതിരെ ബാക്കി. നെല്ലും തീര ഇഷ്ടം പോലെ.
രണ്ടാമത് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അയാളെ കുറച്ച് ഒരുക്കത്തോടു കൂടിയല്ല വാട ആരുടെ എടുക്കാൻ അതെല്ലാം ഇപ്പോഴും എല്ലാവരെല്ലാം അന്ന് തുടങ്ങണ്ട എല്ലാവരും കൂടെ എടുത്തു. അത് നിർബന്ധിച്ചിട്ട് എല്ലാവരും കൂടെ നല്ല എടുത്തു. അത് ഈ കൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് വിറ്റു. വിൽക്കലല്ല, പണത്തിനല്ല, വന്നവർക്കെല്ലാം കൊടുത്തു. പിന്നെ വൈകുന്നേരമായി ആടെ നിർത്തുകയും ചെയ്തു. അങ്ങനെ ആ നെല്ലെടുപ്പിൻ്റെ സമ്പ്രദായം ഉണ്ടായിന്. നെല്ലിന് കാവല് നിന്ന പോലീസുകാരോട് മാക്കിനാടി അമ്പുവും നടുവളപ്പിൽ കോരനും ഈറ്റപ്പുലി പോലെ ചാടിയെടുത്ത് അലറി. തുടർന്ന് അവർ തന്നെ അവരുടെ കയ്യിൽ എന്തിരുന്ന് തോക്ക് പിടിച്ചു വാങ്ങി. പാവം പോലീസുകാർ ജീവനും കൊണ്ടോടി. അന്നമാണ് ജീവൻ, അത് നൽകുന്ന തന്റെ പാർട്ടി നേതാവായ കണ്ണൻ മാഷിനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെമ്പിരിഞ്ഞൻ പൊക്കനെന്ന ആ യുവാവും ജാഥയിൽ അണിനിരന്നു. ജാഥ മങ്ങണം ചാലിലെത്തവേ പോലീസ് തിരിച്ചു വരികയായിരുന്നു ആലക്കാട്ട് നിന്ന്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ അന്ന് ഇപ്പോൾ തെക്ക് വഴിക്ക് TPC നമ്പ്യാർ, KP കുഞ്ഞിക്കണ്ണൻ മാഷ് ഇവരെല്ലാം വീട്ടിലേക്കാണ് വന്നേ. പോലീസ് MSP പോലീസും നാടൻ പോലീസും ഉണ്ട്, MSP കാറുണ്ട്. എന്നിട്ട് വന്നിട്ട് കുഞ്ഞിക്കണ്ണൻ മാഷപ്പിടി കിട്ടി, TPCനെയും കിട്ടി. കുഞ്ഞിക്കണ്ണൻ മാഷാര് കുറച്ച് കളിക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി കുറച്ച് ഗുസ്തിയെല്ലാം കടിച്ചിട്ടേ മതി. കുഞ്ഞിക്കണ്ണൻ മാഷ വല്ലാണ്ട് ചളിയിലെല്ലാം വീണിട്ട് വല്ലാണ്ടായി കാണിച്ചിരിക്കാൻ. അങ്ങനെ അയാളെ കൂട്ടിയിട്ട് ഈ നെല്ലെടുത്ത് ആ വീട്ടിലേക്കാണ് പോകുന്നത്. അത് ഈ റോഡ് മേലെ പോട്ടെ, നല്ല അന്നൊന്നും ഈ റോഡ് നന്നായില്ല, ഒരു കാൽനടയായിട്ട് പോകുന്ന റോഡ്. എനിക്ക് അത് പോകുന്ന സമയത്ത് AB ചിണ്ടൻ്റെ ഒരാൾ അയാളെ വീട്ടിൽ കയറി. MSP കാരും ആളുമല്ല. അപ്പോൾ ചിണ്ടൻ അവിടെ ഇല്ല. അവിടെ 2 പറ നെല്ല് കിട്ടി. അത് ഇതായിരിക്കുന്നത് സംശയിച്ചിട്ട് വന്ന് ആ നെല്ലൊരു പീടികയിലെ വാതിക്കാൻ വെച്ചിട്ട് 2 ആളെയാടെ കാവലാക്കിയിട്ട് മറ്റുള്ളവരെല്ലാം പോയി. MSP കാരും ആൾ പിള്ളേ വരാനങ്ങ് തുടങ്ങി. ഇവരെ അറസ്റ്റ് ചെയ്ത് വിടിയിപ്പിക്കണം തന്നെയാണ് ഉദ്ദേശം. അങ്ങനെ അവർ പോയി കുറച്ച് ജാഗ്രതയിൽ പോയിട്ട് അവർ നേരെ ആ സ്ഥലത്തെത്തി. അതിന് ആളുണ്ടാവുമായിരിക്കുമല്ലോ. ഇവരെല്ലാം കൂടെ വിളിച്ച് കുന്നിൻ്റെ ചെരുവിൽ അപ്പുറം അവർ ഈ പോയവരാടെ പോയിട്ട് പറഞ്ഞു ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്ന പിന്നേറ്റ അനുഭവം കൊണ്ട് മനസ്സിലാകുന്നതാണ്. ഒരു പട്ടി ജനം വരുന്നുണ്ട്, ഇതിനെ കൊണ്ടുപോകും. അത്രയ്ക്ക് അവരില്ല. അത് ചെറിയ കുറച്ചാളും കാര്യങ്ങളേ ഇല്ലു. എന്ത് പോകുന്ന ഞങ്ങൾ കേട്ടിട്ട് വരുന്നത് കൊണ്ട് ആടിയില്ലത് സംഭവമുണ്ട്. ആടിന് നോക്കുമ്പോഴേ കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ബണ്ടപോലെ ധാരാളം പോകുന്നു. ഇപ്പോൾ എത്രതിൻ്റെ അറ്റന്നിപ്പോൾ അവർക്ക് ആ കുന്നിൻ്റെ ഒന്നും നോക്കി അറിയില്ല. ഉണ്ടാവുന്നില്ല, അവരൊന്നും കണ്ടിട്ടില്ലായിരിക്കും, എന്തായിരിക്കും എന്ന് പറയാനാവില്ല. തൽക്കാലം വീട്ടിൽ 2 അങ്ങ് പൂട്ടി. അപ്പോൾ കുറേ ലൈലിയിലെല്ലാം പോയായിരിക്കും. പിന്നെ അത് പൊട്ടിയാൽ പിന്നെ വെടി പൊട്ടിയാൽ പിന്നെ ബാക്കിയുള്ളവരെന്തായി അയാൾ നോക്കില്ല. പിന്നെ അവരെല്ലാവരും ഓരോരോ ഭാഷയോടെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അവസാനം കുറച്ച് സമാധാനത്തിലേക്ക് വരുമ്പോഴേക്ക് 2 എണ്ണം ഇല്ല, ഒന്ന് ഒരു അരിയൻ വെടികൊണ്ട് മരിച്ചിന്. രോഷം കൊണ്ട് ജനക്കൂട്ടത്തെ കണ്ട പോലീസ് കമാൻഡർ കൽപ്പിച്ചു ഫയർ. ജാഥാംഗങ്ങൾ ചിന്നിച്ചുതറി. മുഷ്ടിയുരുട്ടി മുന്നോട്ട് കുതിച്ച പൊക്കന്റെ നെഞ്ചു തുരന്നു. 2 വെടിയുണ്ടകൾ മൂളിപ്പറന്നു. പൊക്കന്റെ നിലവിളി മങ്ങണം ചാലിലെങ്ങും പ്രതിധ്വനിച്ചു. സ്വതന്ത്ര ഭാരതത്തിൽ വടക്കേ മലബാറിലെ ആദ്യ രക്തസാക്ഷി പൊക്കൻ അങ്ങനെ മങ്ങണൻചാലിന്റെ പ്രിയപ്പെട്ടവനായി കോറം ഗ്രാമത്തിന്റെ ഉള്ളു തുടിക്കുന്ന ഓർമ്മയായി മാറി. അന്നത്തെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇടയിലെ ചുട്ടുപൊള്ളലാണ്. ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴി തന്നെ. ഒന്നും ഒരു നേരത്തെ ആഹാരത്തിന് ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കരിഞ്ചന്തയിലും 4 ഷാപ്പിലെല്ലാം പോയാൽ ഒന്നും കിട്ടുന്നില്ല. റേഷൻ അരി, അതായത് പച്ചരിയും ഈ പുസ്തകമില്ലായിട്ടില്ല. അതാണ് അതുകൊണ്ട് ഇവിടുന്ന് ഈ വിഷുവിനെങ്കിലും ഒരു പിടി നല്ല ചോറ് ഉണ്ണാൻ പറ്റുമോ എന്നുള്ളത് ഓരോ സ്ഥലത്തും പോയി. അപ്പോൾ അന്ന് ഒരിടങ്ങഴിക്ക് 9 റുപ്യ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. ഓരോ വീട്ടിൽ പോയി ചോദിച്ചിട്ടും ഒരിടങ്ങഴി വേണമെങ്കിൽ തരാൻ പറഞ്ഞ് ഒരാൾ കിട്ടി. അങ്ങനെ 3-4 വീട്ടിൽ പോയിട്ട് ഓരോരാക്കി. അപ്പോൾ ഈ ഒരിടങ്ങഴി അരി കിട്ടിയാൽ ഇപ്പോൾ ഒരു കുടുംബത്തിനൊന്നും ആവില്ല. അപ്പോൾ എന്തിനാണ് ഈ അരി വിഷുവിന് ഓരോ കുടുംബത്തിന് കൊടുക്കാൻ? അല്ല, അങ്ങനെ അല്ല, ഈ ആവശ്യത്തിന് കൊടുക്കാൻ കടയില്ല, കൊടുക്കാൻ വേണ്ടി ഉണ്ണാൻ കിട്ടിയ അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും അന്നത്തെ കുറച്ച് മഞ്ഞതിൽ സമ്പന്നമായ കുടുംബത്തിലെല്ലാം പോയി അന്വേഷിച്ചാൽ ഒന്നുമില്ല, എവിടെയാന്ന് അങ്ങനത്തെ അരിയൊന്നുമില്ല. അപ്പോൾ ഇതിനൊരു പ്ലാൻ ഇട്ടു. ഇവിടുത്തെ പ്രസ്ഥാനവും നാട്ടുകാരും കൂട്ടിയിട്ട് എ വി ചിണ്ടൻ, ഈ ആലക്കട്ടം പോട്ടൻ ഒന്ന്
കണ്ണൻ മാഷ്, പിന്നെ മാക്കനാടി കാണാൻ അല്ല അമ്പേട്ടൻ. ആ ഒന്ന് ഈ മാഷ് നമ്മുടെ കൊടക്കൽ കുഞ്ഞിക്കണ്ണൻ മാഷ് ആദ്യം രണ്ടാം കോൺഗ്രസിൽ പങ്കെടുത്ത ആള് കൽക്കത്ത DCC കൊണ്ട് വന്ന ആള്. തീർച്ചയായിട്ടും അയാളെയാണ് അയച്ചിടുന്നത്. അതെ. എന്നിട്ടാണ് ഇടുന്ന പ്ലാൻ ചെയ്ത് തലേന്ന്. അതിൽ നമ്മളൊരു എൻ്റെ ഒരു കാരണവറുണ്ട്, PV കുഞ്ഞമ്പൂർ, കേക്കാളപ്പിൽ അമ്പൂ എന്ന് പറയും. അങ്ങനെ ഈ കേപ്പിലാളപ്പിലൊരു 16 എല്ലാവരും വിളിക്കല്, കുറച്ച് വലിയ നീണ്ടു വരുന്ന ആളാണ്. അപ്പോൾ അയാള് ഒന്നാമത് അയാള് ആകെ കൂടി എത്ര ഉണ്ടായിരുന്നു? അത് 10-25 ആളുണ്ട് എല്ലാം കൂടെ. അന്നത്തെ ചെറുപ്പക്കാർ കൂർക്കരിയുന്നുണ്ട് കുറേ ആള്. കൂർക്കര പറഞ്ഞാൽ ഈ നമ്മളെ അല്ല അപ്പുറം കിഴക്കോട്ട. ആ നമ്മളെ ഇയാളല്ലേ രാമൻ നമ്പ്യാർ ഇപ്പം കിടപ്പില്ലാന്ന്. ഈ ഇയാള് വെടിയിൽ വീട്ടിലെ രാമൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു അയാളും ഈ പറഞ്ഞ മാതിരി അല്ലേ, നല്ലൊരു ഒരു ഇതിൽ മനുഷ്യനിലാണ്, നല്ല മനുഷ്യനാണ്. അങ്ങനെ കുറച്ചാടെ ഒരു വെളിച്ചപ്പാടൻ എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്. വെളിച്ചപ്പാടെന്ന് കുറ്റപ്പേരാണ്. 25 അതെ. ആ മാവില കുഞ്ഞമ്പു നമ്പ്യാർ എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ വീട്ടിലേക്ക്, തറവാടും അവരുടെ വീടും എല്ലാം തന്നെ ആയിരിക്കുന്നതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആദ്യം മനസ്സിലാവുമോ. അപ്പോൾ കുറച്ചാളെ അടുത്ത് പറഞ്ഞു വെച്ചു. ആദ്യം 2-3 ആൾ പോയിട്ട് ചോദിച്ചു, ഇവിടെ അങ്ങനത്തെ സൊസൈറ്റിയിലേക്ക് നെല്ല് അതില്ല, അതെ കുറച്ച് നെല്ല് നിങ്ങൾ തരണം. സർക്കാർ അത് പറഞ്ഞാൽ ആ ന്യായ ഷാപ്പ് ആ വില തരാന്നാ പറഞ്ഞു. അപ്പോൾ അതിന് ഇയാള് കൂട്ടാക്കിയില്ല. നെല്ലില്ല പറഞ്ഞു, ഇവിടെ നെല്ലൊന്നും ഇല്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടുന്ന് ആ വിവരം കൊണ്ട് ഇപ്പുറത്തേക്ക് വന്നു. ഇവിടെ വരുമ്പോൾ ഇവർ ഇവിടെ കാത്തേക്കുന്നുണ്ടല്ലോ, അവർ വന്ന് അവനെ പോവാ പറഞ്ഞു. അടുത്തേക്ക് പോയിട്ട് അയാളുടെ ആദ്യം ചോദിച്ചു പൈസക്ക്. ആ നെല്ല് കൊടുക്കണം, ഇവർ പട്ടിണിയാണ്, വളരെ വളരെ ദാരിദ്ര്യമാണ്, അതുകൊണ്ട് ഇല്ല നെല്ല് കുറച്ചെങ്കിലും ഇവർ കൊടുക്കുമോ പറഞ്ഞു. തരാനാവില്ല പറഞ്ഞു. പിന്നെ അവിടെ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ കുറച്ച് ആൾക്കാരുടെ കൂടെ ബലം പ്രയോഗിച്ചിട്ട് നെല്ല് എടുത്തു കുറച്ച്. ആ നെല്ലും എടുത്തിട്ട് കൂർക്കരയ്ക്ക് വന്നു വിതരണം ചെയ്യാൻ. മെഹഫോൺ പ്രചരണം നടത്തി എല്ലാവരും അടുത്തേക്ക് വന്നോളണം. ഞാൻ കേട്ടിട്ടുണ്ട് അത് പറഞ്ഞ മെഹഫോൺ പ്രചരണം. അത് ഏവിയാന് മുമ്പിൽ ഈ മെഹഫോൺ അയാൾക്ക് ഈ ഭയങ്കര സൗണ്ടാണ്. എൻ്റെ മാതിരി അദ്ദേഹത്തെ വലിയ സൗണ്ടില്ലാണ്ടാണ്. അപ്പോൾ അയാളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നെല്ല് എടുക്കണം. അപ്പോൾ ഞാനും എൻ്റെ പെങ്ങളും കൂടെ അടുത്ത് പോയി സത്യത്തിൽ കെട്ടു നോക്കാൻ. അപ്പോൾ അടുത്തുമ്പോൾ തീർന്നിനി. അപ്പോൾ എന്നിട്ട് വരുമ്പം വീട്ടിൽ നിന്ന് അമ്മേനെ സ്വീപ്പാക്കാൻ വേണ്ടിട്ട് ഈ പൂഴിയുണ്ട് നല്ല. ഞാൻ വരുന്ന ബൈക്ക് കുറുക്കര അവിടെ പൂഴിയിൽ കുരിയാന്ന് കൂട്ടല്ല കുരിയ. ഈ കുരിയിൽ മണ്ണ് വരിയിട്ടു. അതെടുത്ത് എഴുതിയിട്ട് നമ്മളെ തല്ലി വെച്ചു കൊടുത്തു. അന്ന് ഇതെല്ലാവർക്കും വിതരണം ചെയ്തു എല്ലാം എല്ലായിടത്തുള്ള എല്ലാം ഒന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം ആകെ മാറി, സാമ്പിളി മാറി പറഞ്ഞാൽ ആകെ ഒരു ഭീകര അന്തരീക്ഷം. കാരണം രാവിലെ വരുന്ന് MSP ആണ്. MSP പറഞ്ഞ ഏത് സമയത്ത് ഒരു 4:30-5 മണി പുലർച്ചെ 5 മണിക്ക് എത്തിയപ്പോ ഇവര് വലിയൊന്നും പ്രതീക്ഷിക്കാതെ കേസ് കൊടുത്തു. എന്റെ വീട് അവരുടെ ആയുധങ്ങളെല്ലാം ഉണ്ടായെന്നെല്ലാം പറയുമ്പം അന്നത്തെ ഇതല്ലേ ഭരണം MSP കാരും. പിന്നെ അതിന് കുറച്ച് ഈ വീടും ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ കുറച്ച് ആളുകളുണ്ട്, ഈ ചൂണ്ടിക്കാണിക്കുന്നവർ. അന്ന് അതെല്ലാം വരും. ഇപ്പം പറഞ്ഞാൽ മോശമുണ്ട്, അതുകൊണ്ട് അവരെ കഥ പറയണ്ട, അത് പറഞ്ഞാൽ മോശമുണ്ട്. കാരണം എന്താ പറഞ്ഞാലേ നമുക്ക് അറിയപ്പെടുന്ന കുടുംബങ്ങളാണ്. ഇപ്പം അന്നല്ല. അല്ല കൊടക്കൽ വീട്ടിൽ എത്തിയപാട് അതിലെ കൂടെ വന്നിനി. അതിലെ വന്നപാട് അകത്തേക്ക് ചാടി കേട്ടാണ് കണ്ണൻ മാഷ അന്വേഷിക്കുമ്പോ ഇയാളുണ്ടാടാ ഈ DBC അല്ലല്ല DBC നമ്പ്യാർ. അപ്പോൾ അവിടെ നിന്ന് ഇവർ ഓടാൻ തുടങ്ങി. ഓടിക്കുമ്പോ ഇവര് പിന്നാലെ ഓടിയിട്ട് ഈ വടക്കുറം ഈ കല്ലും ഇതെല്ലാം ചളി അവ ആ കല്ല് ചവിട്ടി ബാക്കി വീണുപോയി കണ്ണമാഷ്. ആ അപ്പൊ വീണക്കിൽ എന്തായെന്ന് പറഞ്ഞാൽ പിടിച്ചു വൃത്തം കിട്ടിപ്പോയി. അങ്ങനെ ചിണ്ട നമ്പ്യാര് DBC രണ്ടാളെ പിടി കിട്ടി. അപ്പോൾ കൈ ഇങ്ങനെ വയ്യപ്പുറം കെട്ടിയിട്ടാണ് ഇതിലെ കൂടെ നടത്തിക്കുന്നത്. ആളുകളെ നോക്കിയിട്ടല്ല, അത് കണ്ടു ആര് നമ്മുടെ രക്തസാക്ഷിയായ പൊക്കൻ. പൊക്കൻ എന്ന് പറഞ്ഞാൽ ഇത് അവരത്തെ കൊടക്കൽ വീട്ടിലത്തെ പണിക്കാരനാണ് പൊക്കൻ. അപ്പോൾ അന്നത്തെ അവരുടെ വാശിയല്ലേ ഈ എളിങ്ങീലിനടുത്തേക്കടാ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആവേശത്തോട് കൂടിയിട്ട് ഈ ഒരു തരം ചെറുക്കുറ്റി ഉണ്ടാണ്. ചെറുക്കുറ്റി പറഞ്ഞാൽ ഈ തോട്ടിനെല്ലാം മടയാൻ പറ്റുന്ന ഈ അലിന്റെ അടിച്ചു താക്കുന്നത്. അപ്പൊ അത് പൊരിച്ചിട്ട് വീട്ടിലൊരുപോലെ കൊണ്ടച്ചിനി അല്ല കൊണ്ടച്ചിനി. ഇതെല്ലാം ഇത് കഴിഞ്ഞില്ലേ ആവശ്യമില്ല അന്നേരം. ആ പൊരിച്ച് കൊണ്ടച്ചെടുക്കുന്ന അതിൽ നിന്നൊരു കുറ്റി എടുത്തിനി എന്തിനീ
അടിക്കാൻ MSP ക്കാരാ? MS ആ അറിയില്ല, എൻ്റെ എളിങ്ങിയില്ല, ആരടാ കൊണ്ടുവന്ന് ഞങ്ങൾ എളിങ്ങില്ല. അങ്ങനെ ആ ഭാഷയിൽ ഇപ്പൊ പറഞ്ഞാൽ അത് നമുക്കൊരു മോശമല്ലേ, അതുകൊണ്ടാ പറയുന്നത്. അത് പറയാത്ത വിട്ട് കിട്ടണം. എൻ്റെ എളിങ്ങിയില്ല കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു. പിന്നാലെ തന്നെ ഓട്ടാണ്, നിന്നിട്ടൊന്നുമില്ല. അപ്പൊ ഇവരങ്ങ് കടന്ന് പോവാന്ന്. അപ്പോൾ ആടെ എത്തിയിട്ട് പിന്നെ ആ പോക്കലീടെ ഈ ഇവരെ വീട്ടിൽ കയറി. അപ്പോൾ ആടെ ആടുന്ന് 2 ചാക്ക് നെല്ലെടുത്തു. അത് ആ റോഡുമ്മ കൊണ്ടുവച്ചു. പുടിയെ കൊണ്ടക്കൽ ഇപ്പോൾ അടുത്തുമ്പോൾ ഞാൻ പറഞ്ഞ ഈ മനുഷ്യൻ ആലക്കാട്ടമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, മാക്കനാടി അമ്പ് എന്നാ പറയുന്നത്. അയാളെ കുറ്റപ്പേരാണ് ആലക്കാട്ട് പറഞ്ഞാൽ അച്ഛൻ്റെ പേരാന്ന് തോന്നുന്നു എനിക്ക് അതിനെപ്പറ്റി അറിയും. ആ എത്തുമ്പം ഇവർ കുറച്ചാൾ വളഞ്ഞു വിട്ടിട്ട് ഈ 2 MSP കാരിൽ ആടെ ഇല്ലു നെല്ലിനി ഈ 2 ആളെ അങ്ങ് പിടിച്ചാൻ പൊറോട്ട കറി അങ്ങ് പിടിച്ചു. ഇവർ 2 ആൾ ആ തോക്കെല്ലാം ഇങ്ങോട്ട് മേടിച്ചിട്ട് അവരോട് ബലമായിട്ട് പിടിച്ചേറ്റി. അപ്പൊ തോക്ക് പിടിച്ചേറ്റിയ ധീരന്മാരൊക്കെ അതെ, ഒന്ന് നമ്മളെ ഈ മാക്കനാടി അമ്പു ഒന്ന് കൂർക്കരയിൽ ഒരാളുണ്ട്. എന്ത് സംഭവിക്കുന്ന രംഗല്ലേ പിന്നെ എന്തും ചെയ്യാല. എന്നിട്ട് ഇവർ കുറച്ചാളെ കൂടിയില്ല, അവർ ഈ മുൻപന്തിൽ ഇയാളാണ് പിടിക്കാൻ. അപ്പം നമ്മളെ ഇയാള് മാച്ചാൽക്കാരനോ അയാളും മരിച്ചു. അയാളും ഉണ്ട് ഈ കൂട്ടത്തിൽ. ഈ തോക്കും മേടിച്ചിട്ട് MSP കാർക്ക് ഈ 2 ബോണസ് നല്ലോണം കൊടുത്തു. അപ്പോൾ പിന്നെ ഒരാൾ നമ്മളെ ഒരു സൈക്കിളും കൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. മേലത്തെ കച്ചവടക്കാരനാണ് അയാൾ. അയാളെ പറയൽ നമ്പോലം കണ്ണനെന്ന് പറഞ്ഞാൽ അയാളും പിന്നെ ഈ പുല്ലേരി മറ്റാർക്ക് സൈക്കിളില്ല. അയാൾ പയ്യന്നൂരേക്ക് പോകേണ്ട പോക്കാണ്. അപ്പോൾ സൈക്കിൾ അറിയാൻ പറഞ്ഞു. സൈക്കിളും ചാടി കൊടുത്തു രക്ഷപ്പെടാൻ വേണ്ടി. അവർ 2 ആളും ഡബിൾ എടുത്ത് MSP രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കൊല്ലുന്നു ഉറപ്പാണ്. കൊടക്കൽ പുതിയ വീട്ടിൽ ജനിച്ച് വളർന്ന് അധ്യാപകനായി ജോലി ചെയ്തിരിക്കെ ഈ സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റത്തിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരാളാണ് സഖാവ് KP കുഞ്ഞിക്കണ്ണൻ നായർ. അയാൾ സമ്മേളനം തിരിച്ചു വരുമ്പോൾ വളരെ ഉറപ്പുണ്ടായിരുന്നു അന്ന് അത്തരം സമ്മേളനങ്ങൾക്കും തീരുമാനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന പിന്തിരിപ്പന്മാർ നമ്മളെ ജയിലിലടക്കുന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പിടികിട്ടാത്ത രീതിയിൽ ഏഴുമലയിൽ വണ്ടിയിറങ്ങുകയും രഹസ്യമായി നടന്ന് കോറോത്ത് സഖാവ് AV ചിണ്ടൻ്റെ വീട്ടിലെത്തുകയും AV ചിണ്ടനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനം എടുക്കുകയും അങ്ങനെ ഈ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഒരു സംഘടനാ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ആ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് 1948 ഏപ്രിൽ 11 നെല്ലെടുപ്പ് സമരം. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് KP കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ. അവകാശബോധവും ആത്മാഭിമാനവും തലമുറകളുടെ സിരകളിൽ തീത്തൈലമായി ഒഴുക്കിയ ധീരന്മാരുടെ രണസ്മരണകളിരമ്പുന്ന ഈ ചുവന്ന ഗ്രാമത്തിൽ നിന്നാണ് ആലപ്പടമ്പും ആലക്കാട്ടും കുറ്റൂരും പ്രാപ്പൊയിലും കടന്ന് മുനയൻ കുന്നുവരെ പുതിയൊരു ഉദയം തേടി ഈ ഗ്രേറ്റ് മാർച്ച് പിറവികൊണ്ടത്. ആ കഥകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. പിടിച്ചു നേടിയതീ മോചനം